വെൽക്കം ടു മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലെ. അങ്ങനെതാ 16 ആഴ്ചകൾ നീണ്ടു നിന്ന മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന് പറയുന്ന ഷോ കലാശ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്നു. 14 മ്യൂസിക്കൽ വൈസ് ആയിട്ടാണ് നമ്മുടെ ഈ സംഗീത യാത്ര ആരംഭിച്ചത്. അവരിൽ നിന്ന് പാട്ട് പാടി തെളിഞ്ഞ 5 ഫൈനലിസ്റ്റുകളാണ് ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. 3 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം മത്സരിക്കാനായി ബാക്ക് സ്റ്റേജിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മത്സരത്തിന് വിധി എഴുതാൻ നമ്മുടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ ജേണിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ 2 പേരെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. മധു ബാലകൃഷ്ണൻ ഒപ്പം ആശാ ശരത്. മനുഷ്യേട്ടാ, അശേഷി, അങ്ങനെതാ നമ്മൾ മ്യൂസിക്കൽ വൈബ്സിന്റെ കൂടെ യാത്ര ചെയ്ത് ഇവിടെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് നമ്മുടെ ഈ ഒരു ഷോയെ പറ്റിയും നമ്മുടെ മത്സരാർത്ഥികളുടെ അവസാനഘട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മത്സരാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? മത്സരാർത്ഥികൾ ഇപ്പൊ നമ്മൾ അരിച്ചു പെറുക്കിയെടുത്തിരിക്കുന്ന ഒരു 5 പേരല്ലേ ഇപ്പോൾ ഉള്ളത്? അതെ, എല്ലാരും മികച്ച സിംഗേഴ്സ് ആണ്. പിന്നെ എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. അറിയാലോ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ദൈവത്തിന്. അതെ അതെ, അവർക്കറിയാം. അവരുടെ പെർഫോമൻസ് നന്നാവട്ടെ എന്ന് ആണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് അധികം ഒന്നും തെറ്റുകൾ തിരുത്താൻ ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ. ആരാണ് മിടുക്കി, ആരാണ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അവർ പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് അവരെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഷോ ഏകദേശം 1 വർഷത്തിന്റെ അടുത്തെത്തി നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട്. അപ്പൊ ഈ യാത്രയിൽ തുടക്കം മുതലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് മഞ്ജരി. മഞ്ജരിയെ നമ്മൾ ഈ ഒരു വേദിയിൽ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? എവിടെ പോയതായിരിക്കും? മഞ്ജരി യുഎസിലേക്ക് യുഎസിലോട്ട് പോയിരിക്കുകയാണ്. കുറച്ച് നേരത്തെ കമ്മിറ്റ് ചെയ്ത കുറച്ച് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് മഞ്ജരിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. പക്ഷെ ഈ ഒരു വേദിയിൽ മഞ്ജരിയെ ഞങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മഞ്ജേട്ടാ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. ആശ്രയിച്ചോടും കൂടിയിട്ടാണ്. എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം? അടിപൊളിയല്ലേ? എന്താണ് ഈ MW മ്യൂസിക്കൽ വൈഫ്? അതെല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ചോദിച്ചതാ. അതെ, എല്ലാവരും മനസ്സിലാക്കട്ടെ. പിന്നെ നമ്മുടെ ഗസ്റ്റ് വരുമ്പോ നമുക്ക് ഇതൊരു ഗസ്റ്റ് സംസാരിക്കണം. ഗസ്റ്റ് വേണല്ലോ. തീർച്ചയായിട്ടും ഇതൊരു മെഗാ ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോ നല്ലൊരു ഗസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഗസ്റ്റ് ഉണ്ട്. നമ്മൾ 3 പേര് മാത്രമല്ല. അതായത് ഇപ്പോ മധുചേട്ടൻ മാത്രമാണല്ലോ ഇന്ന് ഇപ്പൊ നമ്മുടെ പാട്ടിനെ കുറിച്ച് വളരെയധികം ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാള്, കൊടുങ്കാറ്റായിട്ട് ജഡ്ജ്മെന്റ് ഒക്കെ നടത്തുന്ന ആള്. അപ്പോ മധുചേട്ടൻ ഒരു കൂട്ട് വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരാളാണ് മധുചേട്ടന് കൂട്ടായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ ഇന്നത്തെ ഷോ കളറാക്കാൻ വേണ്ടി കടന്നു വരുന്നു നമ്മുടെ സ്വന്തം സുജാത മോഹൻ. കരിമിഴിക്കുരുവിയെ കണ്ടേ
അപ്പൊ ചേച്ചി എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിലേക്ക്. എന്താണ് നമ്മുടെ ഈ ഷോയെ പറ്റി പറയാനുള്ളത്? ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ഇതുവരെ എനിക്ക് തോന്നിട്ടില്ല അല്ലേ, വേറെ ചാനൽസിലൊന്നും വന്നിട്ടുണ്ടെന്ന് ഇത് തോന്നുന്നു. ആദ്യമായിട്ടാണ് മ്യൂസിക്കൽ വൈഫ് പേര് പോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. നമ്മൾ സ്കൂളിലും കോളേജൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് വേദികൾ, ഇഷ്ടംപോലെ അവസരങ്ങൾ, കല്യാണം കഴിയണ വരെ ഒരു സ്ത്രീക്ക് കല്യാണം കഴിയുന്നതിന് മുമ്പ് വരെ, അതെ മുമ്പ് വരെ ഇഷ്ടംപോലെ അത് ചിലപ്പോൾ കഴിഞ്ഞാൽ പാടാനൊക്കെ അവസരം. നമുക്കറിയില്ല അതെ, അതെ. നമ്മുടെ അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിലത്തെ എങ്ങനെയാണ്, അത് അവിടുത്തെ പരിതസ്ഥിതിയൊക്കെ അനുസരിച്ചാണ് നമ്മുടെ അതെ. കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണേ. പിന്നെ കുറെ കുട്ടികളൊക്കെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും, അല്ലാത്ത സമയത്തൊക്കെ കല്യാണം കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ സമയം നിന്ന് പോവും, കിട്ടില്ല, അതെല്ലാം. നിന്നു പോവും. അവർക്കൊക്കെ ഇതൊരു നല്ലൊരു എൻകറേജ്മെന്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു ചേച്ചി, ഈ കുട്ടികളെ ശരിക്കും നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നത്, കുഞ്ഞു വാവകളുള്ളവരുണ്ട്, അവരെ ഉറക്കി കിടത്തി അല്ലെങ്കിൽ അവരെ ഹസ്ബൻഡിനെ കൊടുത്തിട്ടാണ് അവരിവിടെ വന്ന് പാടുന്നത്. ചിലപ്പോൾ രാത്രി ഉറങ്ങിയതിനു ശേഷമാണ് ഇവർ പാട്ട് പഠിക്കാനിരിക്കുന്നതൊക്കെ. മറ്റുള്ള ജോലിയൊക്കെ ഉണ്ട്, അതിന്റെ കൂടെ അത് പഠിച്ച് ഇവിടെ ഇരുന്ന് അച്ഛനമ്മമാര് അല്ലെങ്കിൽ മദർ ഇൻ ലോ ഫാദർ ഇൻ ലോ എല്ലാവരും ഇവിടെ വന്നിരുന്ന് അവരെ എൻകറേജ് ചെയ്ത് അത് കാണുമ്പോൾ തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്കൊക്കെ ഭയങ്കര കുളിർമ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ ഒരു 5 ചാപ്റ്റർ കഴിഞ്ഞ് അതിലത്തെ ടോപ്പ് 3 ഓരോ ചാപ്റ്ററിനും First, second, third കിട്ടിയിട്ടില്ല. ഇതിലത്തെ ആ ക്രീമുകളാണ് 14 കുട്ടികൾ ഇത്തവണ ഈ മെഗാ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഫൈനൽസിൽ 5 പേരായി 1, 2, 3 കണ്ടുപിടിക്കാൻ പോണോ അല്ലേ? അവരെ ചേച്ചി വന്നിട്ടാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ചേച്ചി വന്ന സമയം കറക്റ്റ് ടൈം. ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുകയായിരുന്നു. അവസാനം മെഗാ ഗ്രാൻഡ് ഫിനാലെ വരെ കാത്തിരിക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. ഞാൻ ചേച്ചി ഒന്ന് കാണാൻ. ഭയങ്കര ലീനിയന്റ് ആയിരിക്കും, ഇയാള് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? അതെ, കൊടുങ്കാറ്റ്. ഭയങ്കരമല്ല, ഇപ്പൊ ചേച്ചി ഇങ്ങോട്ട് വന്ന് നമ്മളൊരു കൊണ്ടിരിക്കില്ലേ? side ആണ്. അതെ, അതെ, അതെ. എല്ലാരും പക്ഷെ ഇങ്ങനെ വേണം. അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് എന്താ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ആഗ്രഹവും അവരുടെ തെറ്റുകൾ സ്വന്തം മനസ്സിലാക്കാനും അതെ, എനിക്ക് അവരോട് യാതൊരു ദേഷ്യമില്ല. ചുമ്മാ പറയാം, നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് മധുചേട്ടൻ കുറച്ച് സിമ്പിളായിട്ട് പറയുന്നത്. ഈ ഫീൽഡിലേക്ക് റീ എൻട്രി എന്ന് പറഞ്ഞത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. ഞാൻ അനുഭവിച്ച ആളാണ്. കാരണം കുറെ വർഷം നമ്മള് പീക്കിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ മാറി, എനിക്ക് കുറച്ച് വേറെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, ഞാൻ പാടാതിരുന്നിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരിക എന്ന് പറഞ്ഞത് എങ്ങനെ തുടങ്ങണം, ഞാൻ പാടാൻ വരുമെന്ന് വിചാരിച്ചു തന്നെ ഇല്ല. അപ്പൊ ഇതുപോലത്തെ വേദികളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് അവിടെയാണ് വരണം. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഡെഫിനറ്റ്ലി ആ ഫാമിലി സപ്പോർട്ട് ഒരുപാടുണ്ടെന്ന് ഇപ്പൊ ആശ പറഞ്ഞ പോലെ അറിഞ്ഞ് വളരെ സന്തോഷം. ഈ വേദി ഏറ്റവും അധികം അവരെ ഹെൽപ്ഫുൾ ആക്കട്ടെ. ലോകം മുഴുവൻ നിങ്ങളെ കാണുകയാണ്. നിങ്ങളും സംഗീത രംഗത്തേക്ക് ഫുൾ പവറോടുകൂടി തന്നെ മറ്റുള്ള സിംഗേഴ്സിനൊപ്പം തന്നെ നിൽക്കുന്ന വിധത്തിൽ വരട്ടെ എന്ന് എല്ലാ പ്രാർത്ഥനയും. സോ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദ സിംഗേഴ്സ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒരു തിരിച്ചുവരവൊക്കെ ചേച്ചി ഒന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ചേച്ചിയുടെ കൂടെ നിന്ന ആളാണ് മോഹൻ ചേട്ടൻ. മോഹൻ ചേട്ടന്റെ പോലെയുള്ള ഹസ്ബൻഡ്സ് ആണ് നമ്മുടെ മ്യൂസിക്കൽ വോയിസിന്റെ സ്ട്രെങ്ത്. ശരിക്കും വെരി വെരി ട്രൂ, വെരി ട്രൂ. അപ്പൊ എന്തായാലും നമ്മൾ അവരുടെ ആവേശ പോരാട്ടത്തിന് ഇവിടെ തിരികൊളുത്തുകയാണ്. അപ്പൊ 3 റൗണ്ടുകളായിട്ടാണ് അവരുടെ മത്സരം നടക്കുന്നത്. അപ്പൊ 3 റൗണ്ടുകളിൽ നിന്ന് ആരായിരിക്കും മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ കിരീടം ചൂടുന്നത് എന്നറിയാൻ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നവരെ നമ്മളെല്ലാവരും കാത്തിരിക്കുക. അതെ. പക്ഷെ അതിന് മുമ്പ് ഇപ്പൊ നിങ്ങൾ 3 പേരുമായി. മധുചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, ആശ ചേച്ചിയുണ്ട്, ഇനി ഒരാളും കൂടി വരണ്ടേ? ഇനി ഒരാളോ? വേണം. ഓ, അത് ശരി. മെഗാ ഗ്രാൻഡ് ഫിനാലെ അപ്പൊ അതിന്റെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആണ് കേട്ടോ, നമുക്കും ഒരു സർപ്രൈസ് ആണ്. അപ്പോ സർപ്രൈസ് ഇപ്പൊ പൊട്ടിക്കണോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പൊട്ടിക്കണോ? ഇപ്പൊ തന്നെ പൊട്ടിക്കുക. താമസിപ്പിക്കണേ. അപ്പൊ ഇന്ന് മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ മത്സരാർത്ഥികൾക്ക് ഒരു താങ്ങായി, ഒരു തണലായി നമ്മളിൽ ഒരാളാണ് വരുന്നത്. നമ്മൾ എന്ന സിനിമയിലൂടെ നമ്മളിൽ ഒരാളായ നമ്മുടെ സ്വന്തം ഭാവന. സൂപ്പർ. മനസ്സിന് നൂറഴക് എനിക്കും മോഹമായി ഉറക്കെ പാടും
ഹായ്. അയ്യോ ഡെയിൻ കാത്തിരിക്കുകയായിരുന്നു. കുറച്ച് വൈകിയാണെങ്കിലും ഡെയിൻ ഞങ്ങൾ ഇപ്പൊ ഒരു മൂവി ചെയ്തല്ലോ. അതെ. ആ ഹണ്ട് എന്ന് ഡെയിൻ, പറഞ്ഞ് അതെ നമ്മള് ഹണ്ട് എന്നുള്ള മൂവിയില് ഡെയിൻ ഉണ്ട്. ആഹാ. നമ്മുടെ പ്രൊമോഷൻസിന് പോയപ്പോഴാണ് ഡെയിൻ ഇത്ര വലിയൊരു സെലിബ്രിറ്റി ആണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഡെയിൻ വരുമ്പോ പിന്നെ നിങ്ങൾ തൃശ്ശൂർക്കാരാണല്ലോ. പക്ഷെ ഈ പറഞ്ഞത് മുഴുവനാക്കും എന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ആൾക്കാർ ഇങ്ങനെ, അപ്പൊ ഞാനിങ്ങനെ കൺഫ്യൂഷൻ, അതിഥിയുടെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് ഇതാണ് കാരണം. അതാ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, കാണൂ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇറക്കാത്ത പല അഭ്യാസങ്ങളും ഞാൻ ഈ വേദി ഇറക്കാറുണ്ട്. ഓ അത് ഞാൻ അവിടെ പറ്റാത്തതല്ല ഇവിടെ. അത് അവിടെ പറ്റാത്തല്ല ഇവിടെ. അപ്പോ അവിടെ ലൊക്കേഷനിൽ ചേച്ചിന്നാണ് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്ത് വിളിക്കണം? ഭാവന എന്ന് വിളിച്ചാൽ ഭാവന എന്ന് വിളിച്ചാൽ. ഓക്കെ. അപ്പോ ഭാവന, എന്താണ് നമ്മുടെ മ്യൂസിക്കൽ വൈബ്സിനോട് പറയാനുള്ളത്? എനിക്ക് പൊതുവെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പാട്ട് പാടാൻ അറിയില്ലെങ്കിലും കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പം എനിക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമിന് വരുമ്പോൾ സന്തോഷമാണ്. എനിക്കിരുന്നത് ലൈവായിട്ട് കാണാനും പിന്നെ ഇത്രയും നല്ല ജഡ്ജസ് അവരുടെ ഒപ്പീനിയൻസ് പറയുന്നത് കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ എല്ലാ എപ്പിസോഡ്സൊന്നും കാണാൻ പറ്റാറില്ല, പക്ഷെ അത് കോൺസെപ്റ്റ് ഭയങ്കര യുണീക്കാണ്. കാരണം ഫാമിലി സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവൻ ഇൻക്ലൂഡിങ് ആശേച്ചി, ഇപ്പോൾ ഇവൻ ഞാനാണെങ്കിലും സുജാച്ചി ആണെങ്കിലൊക്കെ ഹസ്ബൻഡ്സ് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് നമ്മൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കപ്പിൾസ് ആയിട്ട് വന്ന് അവരെ എൻകറേജ് ചെയ്യുക, അവരെ കൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ടാലൻറ്റ് അവർക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ അമ്മയുടെയൊക്കെ ജനറേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവരിപ്പോഴും ഒരു പരാതി പോലെ പറഞ്ഞേക്കാം, ഞങ്ങളൊക്കെ അന്ന് നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു, പാട്ട്, പക്ഷെ ഒരു അവസരം കിട്ടിയില്ല, ഒരു ചാൻസ് മറ്റുള്ള. അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ചാനൽസ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന, ഇങ്ങനെ ഒരു സ്റ്റേജ് കൊടുക്കുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. ഫുൾ ഓൺ സപ്പോർട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, 4 പേരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എന്തായാലും 4 പേർക്കുള്ള സീറ്റ് അവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നിങ്ങളെല്ലാവരും ഈ ട്രോഫി ഉണ്ടല്ലോ, ഈ ട്രോഫി നേടാൻ വേണ്ടിയാണ് ഇന്ന് മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ മത്സരാർത്ഥികൾ എല്ലാവരും മത്സരിക്കുന്നത്. അപ്പോ ഇന്നറിയാം മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ ആര് ഈ ട്രോഫി ഉയർത്തുമെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് ആകാംക്ഷപൂർവ്വം നമുക്ക് നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിന്റെ ഇന്നത്തെ വാശിയേറിയ പോരാട്ടം കാണാം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിലെ ഈ വേദിയിലേക്ക് ഞാൻ ഒരുപാട് അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം മ്യൂസിക്കൽ വൈഫ്സ്. Musical vibe, mega finally. Musical vibe. ആതിര രജീഷ്, ആതിര വിജിത്ത്, ശ്രുതി എസ് ബാബു, കീർത്തന, ശ്രീഷ്മ, നിങ്ങൾ 5 പേരുമാണ് ഇന്ന് 3 റൗണ്ടുകളായി മത്സരിക്കുന്നത്. നിങ്ങളിൽ ആരായിരിക്കും ഈ കപ്പ് ഉയർത്തുന്നത് എന്ന് കാണാൻ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ വാശിയേറിയ പോരാട്ടം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുമല്ലോ. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ ആർക്കും? പിന്നെ നമ്മുടെ സ്വന്തം ജഡ്ജസ് ആണ് ഇന്ന് നിങ്ങളുടെ പാട്ടുകൾക്ക് വിധി എഴുതാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സ്വന്തം ഭാവനയും ഒപ്പം സുജാത ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. രണ്ടുപേരെയും കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു നിമിഷം മുന്നിൽ വന്നപ്പോ ഒരു സന്തോഷം. ശ്രുതി? ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ആ 14 പേരിൽ തുടങ്ങി അവസാനത്തെ ഈ 5 പേരിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സുജാ ചേച്ചിയുടെ മുന്നിലും ഭാവന ചേച്ചിയുടെ മുന്നിലും പിന്നെ ഞങ്ങളുടെ സ്വന്തം മധുചേട്ടനും ആശ ചേച്ചിയും എല്ലാവരുടെയും മുന്നിൽ നന്നായിട്ട് തന്നെ പാടാൻ പറ്റുന്നതാണ് വിശ്വാസം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ആതിര? ഇതുപോലെ തന്നെ ഒരുപാട് സന്തോഷം. നേരിട്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും ഞാനൊരു സ്വപ്നം പോലെയാണ് ഇത് ഇവിടെ നിൽക്കുന്നതാണ് എന്ന് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ? അതെ അതെ. ആതിര? ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജസ് തന്നെയാണ് മധു സാറും ആശ ചേച്ചിയൊക്കെ. അതുപോലെ തന്നെ സുജാത ചേച്ചിയും ഭാവന ചേച്ചിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കാണാൻ സാധിച്ച വളരെയധികം സന്തോഷം. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. 5 പേരും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന്. ഇവിടെ ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ TV-യിൽ ഒരുപാട് ഷോസ് ഒക്കെ കണ്ടിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾക്കൊരു വലിയ ഭാഗ്യമാണ് ഈ സ്റ്റേജ് കിട്ടിയത്. നിങ്ങളുടെ കഴിവുകൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ 5 പേരുടെയും കൂടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ എൻജോയ് ചെയ്യാനാണ് വന്നേക്കണേ. എന്താ പറയുക, ഡിഫിക്കൽട്ടായിട്ട് മാർക്കിടാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് പാടാൻ പറ്റട്ടെ. ഭാവന?
എനിക്ക് എല്ലാവരുടെ അടുത്തും ഓൾ ദി ബെസ്റ്റ് പറയാനുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞു രണ്ടുപേരെയും പാട്ട് പാടി വീഴ്ത്തുക. ഞാൻ ചെറുതായിട്ട് നന്നായി പാടുന്ന ഞാൻ വീഴും കേട്ടോ. കാരണം ഞാൻ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് വലിയ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. സുജാ ചേച്ചിനെയൊക്കെ വീഴ്ത്താൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 5 പേരും നല്ല അടിപൊളിയായിട്ട് പാടുക. ഇപ്പം തന്നെ 5 പേരും വിന്നേഴ്സാണ്. സോ എന്താ പറയുക, ഇതിൽ ഈ 5 പേരിലെ ദി ബെസ്റ്റ് വിന്നർ എന്തായാലും ആവട്ടെ. സോ 5 പേർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. മതിച്ചേട്ടാ, മത്സരിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ ഒരു വേദിയിൽ ഇന്നത്തെ ഈ ദിവസം ഇവിടെ പെർഫോം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ് 5 പേർക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മതിച്ചേട്ടാ, താങ്ക് യു. ആശേച്ചി, 5 വിരൽ പോലെയാണ് നിങ്ങൾ 5 പേരും. എനിക്ക് 5 വിരലുകളും ചേർത്ത് നെഞ്ചോട് പിടിക്കുകയാണ്. നിങ്ങൾ പഠിച്ചതുപോലെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എൻ്റെ ആ പ്രതീക്ഷ നിങ്ങൾ കളയാൻ പാടില്ല. ലവ് യു സോ മച്ച് എല്ലാവരോടും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ മ്യൂസിക്കൽ വൈബ്സ്, അപ്പൊ ജഡ്ജസ് യെസ്, ഈ 5 പേരെ ഏൽപ്പിക്കുകയാണ്. ഇവരിൽ ഒരാളെ തെരഞ്ഞെടുത്ത് ഈ കപ്പ് കൊടുക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ ഇവരിൽ ആരായിരിക്കും കിരീടം ചൂടുന്നതെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലെ. അല്ല ഭാവന, ഇപ്പോ പറഞ്ഞല്ലോ ഒരു ചെറിയ നന്നായി പാടുന്ന ഒരാളെ കണ്ടാൽ പോലും ഞാൻ ഫ്ലാറ്റ് ആവും, അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സംഗീതത്തിൽ നിന്ന്. ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും എന്നിലൊരു ഗായികയുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നോ? ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടൊക്കെ ഉണ്ട്. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായിരുന്നു? ഞാൻ കുറച്ച് ആയപ്പോഴത്തേക്കും അച്ഛനമ്മയുടെ അടുത്ത് എനിക്ക് ഡാൻസ് പഠിക്കണം, എനിക്ക് പാട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയി. പാട്ട് പഠിക്കാൻ പോയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ മാഷിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ വന്നു. അറിയില്ല, ഞാൻ കണ്ടുപിടിച്ചു. അത് കാരണം ഈ സരിഗമ തന്നെ ഇങ്ങനെ 3 ദിവസമായിട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം ആ മാഷിനൊന്നും അറിയില്ല, 3 ദിവസമായിട്ട് സരിഗമ തന്നെ പഠിപ്പിച്ചോണ്ടിരിക്കണം. അപ്പൊ എന്റെ വിചാരം പാട്ട് പഠിക്കാൻ പോയ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഭയങ്കരമായി മറ്റേ പാടറിയ പഠിപ്പറിയൊക്കെ പാടുന്നുള്ള അറിയാൻ ചെറിയ കുട്ടിയാണ്. ചേട്ടൻ കുറെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ആ മാഷും അച്ഛനും അമ്മയ്ക്ക് ഇത് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുമായിരുന്നു. ഞാൻ എന്തോ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ ആ സമയത്ത്. പക്ഷെ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. പക്ഷെ ആ മാഷ് എന്നെ പിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു. അത് പിന്നീട് എനിക്ക് മനസ്സിലായി മാഷ്ക്ക് അറിയാത്തല്ല എനിക്കറിയാത്ത മനസ്സിലായി. ഓക്കെ, ഇതേപോലെ തന്നെ സംഗീതത്തിൽ എനിക്കും ഒരു കമ്പുണ്ടെന്ന് ഞാൻ ചെറുപ്പത്തിലെ കണ്ടെത്തിയിരുന്നു. എന്നാ പിന്നെ ഡെയിന്റെ പാട്ടൊന്ന് കേൾക്കണമല്ലോ. അല്ലെ പറഞ്ഞ പോലെ ഡെയിൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ? തീരുന്നതിന് മുമ്പ് പാടുന്നത്. ഗ്രാൻഡ് ഫിനാലേക്ക് ഇന്ന് ഗ്രാൻഡ് ഫിനാലെയാണ്, മെഗാ ഗ്രാൻഡ് ഫിനാലെ. ഇന്ന് ഡെയിനെ പാടിപ്പിച്ചിട്ടൊന്ന് വിടുള്ളൂ. അതെ, എന്നൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്തായാലും മതിച്ചേട്ടനും ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇവിടെ വെച്ച് പാട്ട് പാടണമെന്ന്. ആശി ചേച്ചിയും എന്നോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഇവിടെ നൃത്തം ചെയ്യണമെന്ന്. അപ്പൊ എന്തായാലും ഞാൻ നൃത്തം ചെയ്യാന്ന് തീരുമാനിക്കാം. ഒപ്പം ഞാൻ പാട്ടും പാടണം. പാട്ട് പാടി ഇന്ന് ഭാവന ഇംപ്രസ് ചെയ്യിപ്പിക്കണം. അല്ല, പാട്ടിൽ നൃത്തം ചെയ്താലും പോരെ അല്ലേ ഡെയിൻ? അല്ല, ഓൾറെഡി ഞങ്ങൾ ഹണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോ എന്റെ അഭിനയം കണ്ട് ഇംപ്രസ്ഡ് ആയതാണ് ഭാവന. അല്ലേ ഭാവന? അതെ. പിന്നെ പ്രൊമോഷൻ ഒന്നുകൂടി അതെ, പ്രൊമോഷൻ പോയപ്പോഴാണ് ഭാവന ശരിക്കും ഞെട്ടിയത്. ആശേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് ആശേച്ചിയുടെ ഫാമിലിനാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ഫാമിലി കണക്ഷൻ ഉണ്ട് ഭാവന. അത് ഇതിനു മുമ്പ് എപ്പിസോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പോയി 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 എന്റെ വീട്ടിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇവിടെ. എന്നിത്തിരി കൂടും. അതെ, മെഗാ ഗ്രാൻഡ് ഫിനാലെയാണ്. എന്ന് ആശ കാണുന്ന അറിയാൻ പറ്റില്ലല്ലോ. അതെ, ഈ കോസ്റ്റ്യൂം ഇട്ട് വന്നത് പോലും ആശേച്ചിയുടെ ഫാമിലി ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എൻഗേജ്മെന്റിന് ഇതായിരിക്കും കോസ്റ്റ്യൂം എന്നുള്ള രീതിയിൽ ഈ MW ഒക്കെ എടുത്ത് പറ്റും. അതിനുപകരം BMW. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഭാവന ഇപ്പൊ എന്നെ പറ്റി പറയാനുള്ളതൊക്കെ നമുക്ക് ഈ വേദിയിൽ വെച്ച് പറയാം. കാരണം ആശേച്ചിയുടെ ഫാമിലി ഫുൾ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാനഡയിലുള്ള ഒരു മകളുണ്ട് കീർത്തന എന്ന് പറഞ്ഞിട്ട്, ഒരു പാവം കുട്ടിയുണ്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കീർത്തനയൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ ആശേച്ചി? ഇപ്പൊ മനസ്സിലായി സുജാ ചേച്ചി വഴി ഓക്കെ, അപ്പൊ എന്തായാലും
അശേച്ചി നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ നമുക്ക് ഷോടപ്പുറത്ത് പുറത്ത് വെച്ച് സംസാരിക്കാം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ജഡ്ജസ് റെഡി അല്ലേ? റെഡി. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരെല്ലാരും കാത്തിരിക്കുന്ന ആവേശ പോരാട്ടം ദാ ഇവിടെ തുടങ്ങുവാണ്. ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? ഉണ്ട്. ആ ഡൗട്ട് വേണ്ട, ഞാൻ പറയാപ്പോ തന്നെ. ഓക്കെ, പറയൂ. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുകയാണ് ഞാനിപ്പോൾ. എല്ലാ മത്സരാർത്ഥികളും തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ മികച്ചൊരു മത്സരം തന്നെ ഞാനും ഇവിടെ കാഴ്ചവെക്കുന്നതായിരിക്കും. Musical vibe. Mega finale. Musical vibe. ആതിര, എന്തോ ഇതാരാ? ഓരോ ദിവസം കഴിയുന്നതോടും നിങ്ങള് ചെറുപ്പക്കാരായിക്കൊണ്ടിരിക്കുവാണോ? പട്ടുപാവടൊക്കെ ഇട്ട് വന്ന് ചെറിയൊരു കുട്ടിയെ. ചെറുതായിക്കൊണ്ടിരിക്കും. അതെ, ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാനും പറയാനിരിക്കുന്നു പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് ഒരു സമയത്ത് നമുക്കിത് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ചമ്മൽ വരും ഇതൊക്കെ ഇപ്പടണം. പക്ഷെ അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് അത് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒരു കൊച്ചു കുട്ടീനെ പോലെ ഉണ്ട്. താങ്ക് യു. അല്ല ഭാവന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടുപാവട ഇടാനുള്ള ഒരു മകളുള്ള ആളാണ് ആതിര. അല്ലെ ആതിര? അതെ, 2 മക്കളാണ് ഉള്ളത്. 2 പേരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആതിരയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് അറിയണോ? പിന്നെ അപ്പൊ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ. പ്രൊഫൈൽ പ്ലീസ്. ആലാപന സാഫല്യം നിറഞ്ഞ സ്വരമാധുര്യവുമായി ആതിര വിജിത്ത് കോഴിക്കോട് നിന്നെത്തിയപ്പോൾ നേടിയത് മ്യൂസിക്കൽ വൈഫ് സംഗീത കിരീടം. ഒരുപാട് നല്ല പാട്ടുകൾ പാടി വിജയപരാജയങ്ങളൊക്കെ നേരിട്ട് വിന്നറായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന പ്രിയ ഗായിക ആതിര വിജിത്ത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഫ്ലവേഴ്സിൽ മ്യൂസിക്കൽ വൈഫിൻ്റെ പ്രൊമോ കാണാനിടയായത്. ചാപ്റ്റർ 3-ലാണ് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഫസ്റ്റിലെ ചാപ്റ്റർ 3 വിന്നറായി. ഇപ്പോൾ ഫൈനലിസ്റ്റിലെ 5 ഒരാളായി. ഒരു സ്വപ്നം പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും പാട്ടിന്റെ വിസ്മയ വേദിയിലേക്ക് എത്തുമ്പോൾ ആതിര വിജിത്തിന് കരുത്തേകിയത് സ്വന്തം കുടുംബത്തിന്റെ കരുതൽ. എൻ്റെ ഈ ഒരു സംഗീത യാത്രയിൽ കൂടെ നിൽക്കുന്നത് ഹസ്ബൻഡും ഫാമിലിയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. സ്വയം മറന്നു പാടിയ മത്സര നിമിഷങ്ങളിൽ ആതിരയുടെ കണ്ണുകൾ മാത്രമല്ല അച്ഛന്റെ മിഴികളും ഈറനണിഞ്ഞു. ആതിരയുടെ അച്ഛനോടോ അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത്. അവര് ശരിക്കും ഭാഗ്യം ചെയ്ത പേരൻസ് ആണ്. നന്നായിട്ട് പാടുന്ന ഒരു മകളെയാണ് കിട്ടിയത്. പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി മ്യൂസിക്കൽ വൈഫ് മെഗാ ഫിനാലയിൽ 5-ൽ ഒരാളാവാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഫൈനൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നന്നായി പാടാൻ തന്നെ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത്രത്തോളം എത്തിയതിൽ വളരെ സന്തോഷം. ഇതിൽ ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഞങ്ങളെല്ലാവരും അവളിലും വിന്നറാണെന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നത്. അവൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഈ സംഗീത യാത്രയിൽ എന്നും കൂട്ടായി ആതിരയ്ക്കൊപ്പം ഞാനുണ്ടാവും. ആലാപനത്തിന്റെ വിജയ കിരീടം ചൂടാൻ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായി ഇതാ ആതിര വിജിത്ത്. ആതിര, വളരെ യാദൃശികമായി മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഷോയുടെ പ്രൊമോ കാണുന്നു. ഇപ്പൊ ദാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ വന്ന് നിൽക്കുവാണ്. ഈ യാത്ര ഇപ്പോ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കണ്ടപ്പോ എന്ത് തോന്നുന്നു? ഓക്കെ, അഭിമാനം തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും മെലഡി റൗണ്ടിലാണ് ഇവിടെ പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് സോങ് ആണ്? ചിത്ര ചേച്ചി പാടിയ പാടി തൊടിയിലേതോന്ന് പറഞ്ഞ പാട്ടാണ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായി പാട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആതിര. താങ്ക് യു സോ മച്ച് മോളെ.
അതിരാ അങ്ങനെ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അതെ. അങ്ങനെ ടെൻഷനൊന്നും ഇല്ലാതെ പാടിയല്ലോ. നന്നായി പാടി. അത്യാവശ്യം നന്നായി പാടി. ഓക്കെ, അപ്പോ ചേച്ചി എങ്ങനെ പാട്ട് ഇഷ്ടപ്പെട്ടോ? നല്ലോണം പാടി ആതിര. ഡിഫിക്കൽട്ട് പാട്ടാണ് പാടി ഫലിപ്പിക്കാൻ അല്ലേ? അസലായി പാടി. കർണാട്ടിക് പഠിക്കുന്നുണ്ടല്ലേ? ഇല്ല, പഠിച്ചിട്ടില്ലേ? 1 വർഷത്തോളം പഠിച്ചു, മധ്യസ്ഥായി വരച്ച വരെ പഠിച്ചു, പിന്നെ പഠിക്കാനായിട്ടില്ല. ആക്ച്വലി ആ സംഗതികളൊക്കെ പാടുന്ന പഠിച്ച ഒരാൾ പാടുന്ന അതെ, താങ്ക് യു ചേച്ചി. അത് ആ ഒരു അഴുത്തം എന്ന് പറയില്ലേ സംഗതികൾക്കൊക്കെ, അത് പഠിച്ചവർക്ക് മാത്രമേ വരുള്ളൂ. അതൊക്കെ അസലായിട്ട് പാടി. ആൻഡ് മോളുടെ വോയിസ് നല്ല വോയിസ് ആണ്. പാട്ട് പഠിക്കുക ഇനിയും, കാരണം നല്ല ഭാവിയുള്ളൊരു കുട്ടിയാണ് കേട്ടോ. ഹസ്ബൻഡിന്റെ സപ്പോർട്ടും നിറയെ ഉണ്ടാവട്ടെ. വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കണേക്കെ ഹസ്ബൻഡിന്റെ അടുത്ത് പഠിപ്പിക്കാൻ പറയും. ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. അസലായി പാടി. താങ്ക് യു ചേച്ചി, താങ്ക് യു, താങ്ക് യു. മത്സ്യേട്ടാ? നല്ല രവീന്ദ്ര മാഷിന്റെ ഉഗ്രം പാട്ട്, വളരെ ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാണ് സ്റ്റേജിൽ പാടാനായിട്ട്. എന്തായാലും കൊള്ളാം. അടുത്ത റൗണ്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മത്സ്യേട്ടാ. ആ ചേച്ചി? വളരെ നല്ല സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടി. അടുത്ത റൗണ്ടിൽ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു. ഭാവന? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായത്. വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സാ. സോ അത് തന്നെ സെലക്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. തന്നെ അതുപോലെ നന്നായിട്ട് പാടുകയും ചെയ്തു. സോ ആശിഷ് പറഞ്ഞ പോലെ നെക്സ്റ്റ് റൗണ്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആതിര മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 റൗണ്ടുകൾ കൂടി ബാക്കിയുണ്ട്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത മത്സരത്തിൽ വിളിച്ചാലോ? ഭാവന, ലെറ്റ്സ് വെൽക്കം ശ്രുതി എസ് ബാബു. ഒരുപാട് റൗണ്ടുകൾ താണ്ടി ഇന്ന് ഫിനാലെ വേദിയിൽ ആദ്യത്തെ പാട്ട് പാടാൻ പോവുകയാണ്. രാക്കിളിതൻ എന്ന പാട്ടാണ് ഞാൻ പാടുന്നത്. സുജാത ചേച്ചിയാണ് ജഡ്ജായി വന്നിരിക്കുന്നത്. ചേച്ചിയുടെ മുന്നിൽ ചേച്ചി പാടിയ പാട്ട് പാടാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഫിനാലയിൽ നന്നായിട്ട് തന്നെ ആ പാട്ടിൻ്റെ എല്ലാ ഇമോഷൻസും ഉൾക്കൊണ്ട് തന്നെ പാടും. അപ്പോ മത്സ്യേട്ടാ, ആ ചേച്ചി ശ്രുതി എസ് ബാബു ആണ്. ചേച്ചിക്കും നമ്മുടെ ഭാവനയ്ക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ശ്രുതി എവിടെ നിന്ന് വരുന്നു, ശ്രുതി എന്ത് ചെയ്യുന്നു എന്നൊക്കെ. നമുക്കൊരു പ്രൊഫൈൽ കണ്ടാലോ? കാണാം. പ്രൊഫൈൽ പ്ലീസ്. പാലക്കാടിന്റെ പാട്ടുവഴിയിലൂടെ ഈ വേദിയിലെത്തിയ ശ്രുതി എസ് ബാബു നേടിയത് ആദ്യ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലെ സ്വർണ്ണത്തിളക്കം. മ്യൂസിക്കൽ വൈഫ് winner of this season is Shruti S. Babu. 1, 2, 3 പാട്ടുകൾ പാടാൻ പറ്റും എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ ദൈവം സഹായിച്ച് അതിൻ്റെ ഫിനാലെ വരെ എത്താനും ടൈറ്റിൽ വിന്നർ ആവാനും പറ്റി. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. ആലാപന മാധുര്യത്താൽ ശ്രുതി ഉണർത്തിയത് മനസ്സിലെ നിത്യസുന്ദര ഗാനങ്ങൾ. ഈ ഒരു വിന്നർ ആയതിനു ശേഷം എൻ്റെ ലൈഫ് ഒരുപാട് മാറി. ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റി. നിറയെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു. സംഗീത മത്സരത്തിലെ വീറും വാശിയും നിറഞ്ഞ റൗണ്ടുകളിൽ ഈ പാലക്കാട്ടുകാരി നേടിയെടുത്തത് തുടർച്ചയായ ഗോൾഡൻ ബസറുകൾ. സെമി ഫൈനൽ വരെ നടന്ന പല പാട്ടുകൾക്കും, ഒരുപാട് പാട്ടുകൾക്കും തന്നെ പറയാം, എനിക്ക് ഗോൾഡൻ ബസർ നേടാൻ പറ്റി. 3 തവണ ഗോൾഡൻ ചെയറിൽ ഇരിക്കാനും പറ്റി. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഗോൾഡൻ ചെയർ നേടിയെടുത്തിരിക്കുന്നു ശ്രുതി എസ് ബാബു. എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട്, എൻ്റെ ഹസ്ബൻഡ് വിജയിൻ്റെ സപ്പോർട്ട്, വിജയിൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് എല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് ഗ്രാൻഡ് ഫിനാലയിൽ ஃபைனல் வரை எத்தானும் டைட்டில் வின் ചെയ്യാനും ഒക്കെ പറ്റിയത്. அவள் பாடுற எல்லா பாட்டெலாம் இப்போ எங்களுக்கே மனப்பாடம் எடுத்து எங்களோட பொண்ணு சிருஷ்டியும் எல்லா பாட்டையும் பாடுறா. 2019 ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ മോള് വന്നു. അവൾക്ക് പാട്ട് പാടി കൊടുക്കുക, അവളെ പാട്ട് പാടി ഉറക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പാട്ട് നടന്നിരുന്നത് അവളിലൂടെയായിരുന്നു. മ്യൂസിക്കൽ വൈബ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊരുങ്ങി ശ്രുതി എസ് ബാബു ഈ വേദിയിൽ വീണ്ടും. ശ്രുതി, ആ പ്രൊഫൈൽ കണ്ടപ്പോ ഇമോഷണൽ ആയി പോയോ? എന്തായിരുന്നു ഒരു ഫീൽ? അല്ല, ആ ഒരു ജേണി മൊത്തമായിട്ടൊന്ന് മുന്നിൽ കാണാൻ പറ്റിയല്ലോ, അപ്പൊ അതിൻ്റെതായൊരു ഇമോഷൻ.
മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 1 വിജയായാണ് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ദാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ 3 റൗണ്ടുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ മത്സരം മെലഡി റൗണ്ടിലാണ് അല്ലേ? ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? സുജാത ചേച്ചിയുടെ പാട്ട്. ആഹാ, അപ്പൊ ചേച്ചിയുടെ പാട്ട് ചേച്ചിയുടെ മുൻപിൽ തന്നെ ഫിനാലെ വേദിയിൽ പാടാനുള്ള ഒരു ഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നന്നായി ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ശേഷമാണ് സുജാത ചേച്ചിയാണ് വരാൻ പോകുന്നത് എന്ന് അറിയുന്നത്. ഓക്കെ, വലിയ സന്തോഷമായി. ചേച്ചിയുടെ മുന്നിൽ ആ പാട്ട് പാടാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സന്തോഷം. ഓക്കെ. അപ്പോൾ ആ പാട്ടിന് വിധി എഴുതേണ്ട ഒരാൾ തന്നെയാണ് നമ്മുടെ ജഡ്ജിങ് പാനലിൽ ഉള്ളത്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായി പാട്ട് പാടാം. ഓക്കെ. बरस बरस बदरा आशा की बूंदे बन के बरसे രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരുനനയും ഈരൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാ
musical vibe. ശ്രുതി, അപ്പൊ എന്തായാലും ദാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിലെ മെലഡി റൗണ്ടിലെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ, നന്നായി പാടാൻ പറ്റിയോ? ആ പാട്ടിന്റെ ഫീൽ ഉൾക്കൊണ്ടങ്ങ് പാടി. നന്നായി പാടി എന്നാണ് വിശ്വാസം, അറിയില്ല ഇനിയിപ്പോ അവര്. ഓക്കെ, അപ്പൊ എന്തായാലും ഉള്ളു തുറന്ന് പാടി. അതെ, ആദ്യം തന്നെ ശ്രുതി മനോഹരമായിട്ട് പാടി. അതെ, താങ്ക് യു ചേച്ചി. ഒരുപാട് സന്തോഷം ചേച്ചിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോ. ശ്രുതിയുടെ വോയിസും ഈ പാട്ടും കൂടെ അങ്ങനെ അങ്ങോട്ട് മേർജ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞു വാവ ഉണ്ടെന്ന് ഇപ്പൊ ഇത് കണ്ടപ്പോ പറഞ്ഞു. എങ്ങനെ, എന്താണ് പേര്? സൃഷ്ടി. സൃഷ്ടി, വെരി ഗുഡ്. അവള് പാടുവോ? അവൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ പാടിയ പാട്ടുകളൊക്കെ അവൾക്ക് ഇപ്പൊ ബൈഹാർട്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ വീട്ടിലൊരു സന്തതി ഇല്ലേ, കുഞ്ഞ്. അത് അവളെങ്ങനെയാന്ന് വെച്ചാ ശ്വേത എന്റെ എല്ലാ പാട്ടും ശ്വേത സ്റ്റേജിൽ പാടിക്കഴിഞ്ഞാൽ അതൊക്കെ അവളുടെ അമ്മയുടെ പാട്ടാ. അമ്മൂമ്മ ആരുമില്ല, അമ്മൂമ്മ അവളെ നോക്കുന്ന ഒരാൾ. അപ്പൊ അത് അമ്മയുടെ പാട്ടാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റൂല. സോ മോക്കും നിറയെ പാട്ടിനുള്ള അനുഗ്രഹം കൊടുക്കട്ടെ ദൈവം. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഓക്കെ ചേച്ചി, അപ്പോ ഈ പാട്ട് ചേച്ചി റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇത് എം ജയചന്ദ്രന്റെ പാട്ടാണ്. ആക്ച്വലി റഫീഖ് അഹമ്മദിന്റെ ലിറിക്സ്. ഇത് ജയൻ പാടിയത് കേട്ടിട്ടാണ് ഞാൻ പാടിയത്. ജയൻ ഉണ്ടായിരുന്നില്ല അന്ന് റെക്കോർഡിങ്. എനിക്ക് എന്നെ റെക്കോർഡ് ചെയ്തത് ആക്ച്വലി ഫ്ലവേഴ്സിൽ വേറെ ഷോയിന് ബിന്നി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ, അതെ, ടോപ്പ് സിംഗറിൽ ബിന്നിയുടെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ സാറിന്റെ അടുത്ത് ഞാൻ കർണാട്ടിക് പഠിച്ചിട്ടുണ്ട് ചെന്നൈയിലുള്ളപ്പോ. ഓ, വെരി ഗുഡ്. സാറിന്റെ ഗുരുവാണ്. കൃഷ്ണകുമാർ എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. അതെ അതെ, എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, വളരെ വർഷങ്ങളായിട്ട്. എനിവേ അങ്ങനെ പോട്ടെ മുന്നോട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ചേച്ചി. ഭാവന, എങ്ങനെ നമ്മുടെ ഫിനാലെ വേദി പൊളിച്ചടക്കുമോ നമ്മുടെ മത്സരാർത്ഥികൾ? ഞാൻ ശ്രുതിയുടെ ഇത് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡൻ ബസറൊക്കെ കിട്ടി. ശരിക്കും കാണാനല്ല, യു ടോട്ടലി ഡിസേർവ് ഇറ്റ്. ഭയങ്കര രസമായിരുന്നു കേട്ടിരിക്കാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഭാവന, താങ്ക് യു. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ജഡ്ജസ്, എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. വേഗം വിളിക്കാം. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര രജീഷ്. മ്യൂസിക്കൽ വൈഫിൻ്റെ മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇതുവരെ മാറിയിട്ടില്ല. അതേ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ ഞാൻ ആദ്യത്തെ പെർഫോമൻസിന് പോവാണ്. എൻ്റെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണിത്. അപ്പോൾ 100% കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കണക്ക് ടീച്ചറാണല്ലോ. അതെ, അപ്പൊ കണക്ക് ടീച്ചറാണ് എത്തിയിരിക്കുന്നത്. ആള് തൃശ്ശൂരുകാരിയാണ്, പക്ഷെ ആൾക്ക് പാലക്കാടുകാരി എന്ന് പറയുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുണ്ടോ? ഇപ്പൊ മാറിയോ? രണ്ടും ഇഷ്ടം. പാലക്കാട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വിഷമം. പാലക്കാട് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്നേഹം കൂടുവേ. എനിക്ക് കുറച്ച് സ്നേഹം കൂടും. എനിക്ക് രണ്ടും ഇഷ്ടം. മോഹൻ ചേട്ടൻ പാലക്കാട്ടുകാരനാ. അതെ, എന്റെ അച്ഛനും പാലക്കാടാ. ആഹാ, ഞങ്ങള് തൃശ്ശൂരാ. ശരി, അപ്പൊ എന്തായാലും ആതിരയുടെ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആതിരയുടെ ഒരു പ്രൊഫൈൽ കാണാം. ആതിര, പ്രൊഫൈൽ കണ്ടാലോ? കാണാം. പ്രൊഫൈൽ പ്ലീസ്. അധ്യാപികയായ ആതിര രജീഷ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ ഈ സ്വപ്നവേദിയിൽ നേടിയത് ചാപ്റ്റർ 5-ലെ ഫസ്റ്റ് റണ്ണർ അപ്പ് സ്ഥാനം. എനിക്ക് മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ 5-ൽ സെലക്ഷൻ കിട്ടിയപ്പോൾ വിന്നർ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, അത്രയും ആഗ്രഹത്തോടു കൂടിയല്ല ഞാൻ ആ പ്രോഗ്രാമിന് വന്നത്. ഇത്രയും വലിയൊരു വേദി കിട്ടിയപ്പോൾ അതിൽ കുറച്ചധികം പാട്ടുകൾ നന്നായി പെർഫോം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജീവിത വഴികളിൽ നേരിട്ട പ്രതിസന്ധികളിൽ പകച്ചു നിന്ന ആതിര മെഗാ ഫിനാലെ വേദിയിലെത്തിയപ്പോൾ പാട്ടിനൊപ്പം കൂട്ടായി നിന്നത് ഭർത്താവും വീട്ടുകാരും. മെഗാ ഫിനാലയിലേക്ക് വരുന്നതിൻ്റെ ഇടയിൽ വെച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫിനാലെ സീസൺ 5-ൻ്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് അബോർഷനായി, അത് കുഞ്ഞ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവളിപ്പോൾ ടീച്ചറാണ്, പഴയന്നൂർ സ്കൂളിലെ ടീച്ചറാണ്. ഒരു ഗവൺമെൻറ് ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പോൾ അത് എളുപ്പമല്ല.
അപ്പം അതൊക്കെ നന്നായി കഷ്ടപ്പെട്ട് അവൾ വീട്ടിലിരുന്നിട്ട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അതിൻ്റേതായ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് സപ്പോർട്ടോടെയാണ് കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും HM ആണെങ്കിലും എന്നെ സമീപിച്ചത്. അതിന് നമ്മുടെ പഴയൊരു സ്കൂളിൽ നിന്നും മ്യൂസിക്കൽ വൈഫിന്റെ ഫിനാലയിൽ എത്തി നിൽക്കുകയാണ്. വളരെ സന്തോഷം. മാത്രമല്ല ഫസ്റ്റ് തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും മോള് ഇവിടം വരെ ഫൈനലിൽ എത്തിയതിൽ വളരെ സന്തോഷം. ഇനി അതിൽ വിജയിച്ച് വരട്ടെ, എത്രയൊന്നും പറയാനുള്ളൂ. കണക്ക് കൂട്ടലുകൾ തെറ്റാതെ ഈ കണക്ക് ടീച്ചർ ഡേഞ്ചർ സോണുകളിൽ നിന്നും പാടിക്കയറിയത് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ അന്തിമ പോരാട്ടത്തിലേക്ക്. പാലക്കാട്ട് നിന്നും മലയാളികളുടെ മനസ്സിൽ പാട്ടിന്റെ പകിട്ടുമായി എത്തിയ ആതിര രജീഷിനെ കാത്തിരുന്നത് ഗാനമധുരം നിറഞ്ഞ സ്വപ്ന നിമിഷങ്ങൾ. ഇവരുടെ യാത്ര തുടക്കം മുതലേ കാണുന്നോണ്ടാണോ എന്നറിയില്ല, ഇവരുടെ പ്രൊഫൈലൊക്കെ കാണുമ്പോൾ എന്തോ ഉള്ളിൽ വല്ലാത്ത അഭിമാനവും സന്തോഷവും. സത്യമാണ് ഡെയിൻ, അത് കാണുമ്പോ ഉണ്ടല്ലോ കണ്ണ് നിറഞ്ഞു പോകും. സത്യം. കാര്യം ഇവരുടെ ഒപ്പം ഇങ്ങനെ കൈപിടിച്ച് നമ്മളും ഇങ്ങനെ കൂടെ പോവല്ലേ, ഭയങ്കര ഇമോഷണൽ ആവുന്നു. നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളാണ് ഇമോഷണൽ ആവുന്നത്. അതെ, പക്ഷെ നിങ്ങൾ ഇതുവരെ ചെയ്ത യാത്രയുടെ എന്താ പറയാ ഒരു അവസാനമല്ല ഇത് തുടക്കം മാത്രമാണ്. അപ്പോൾ ദാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുവാണ്. അപ്പോൾ മെലഡി റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത് അല്ലേ? ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? കളിമണ്ണ് എന്ന മൂവിയിലെ ശലഭമായി. അതിലെ ഇമോഷണലായി നിൽക്കുകയാണോ? അതെ, പാടണം. അതെ, നമുക്ക് പാട്ട് പാടാനുള്ളതാ. ഓക്കെ ഭാവന, ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ കൂളാവായിരിക്കോ? സാധ്യതയില്ലല്ലേ? എന്നാ ഞാൻ ഒരു തമാശ പറയട്ടെ. പറയൂ. ഭാവനയുടെ പഴയ ഇമെയിൽ ID എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. ക്യൂട്ടി ഗേൾ ജം. അത് ശരി. അതെ അത് ശരി. ആ തമാശ വർക്കായോ ഭാവന? അത് പഴയെന്ന് വെച്ചാൽ ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താട്ടോ, അതും കൂടി എടുത്ത് പറഞ്ഞു. അതാണ് എന്റെ പഴയ മെയിൽ ID. അല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു. എനിക്കെന്നാ ആരും മെയിൽ അയക്കാനൊന്നുമില്ല, പക്ഷെ ആ സമയത്ത് നമുക്കൊക്കെ മെയിൽ ID ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമല്ലേ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയൊരു മെയിൽ ID ആണ് ജെം അല്ല, ക്യൂട്ടി ഗേൾ ജെമിനി. ശരി, ജെമിനിയാണ് സ്റ്റാർ. ക്യൂട്ടി ആയിരുന്നു കുട്ടി. ഒരു ക്രിഞ്ച്. അല്ല ഭാവി ഇപ്പോഴും ക്യൂട്ടിയാണ്. അല്ല ആശേച്ചി മെയിൽ ID ഒക്കെ തുടങ്ങിയ സമയത്ത് എന്തുപേരായിരുന്നു ഇട്ടിരുന്നത്? ആശ ശരത് ഒഫീഷ്യൽ അങ്ങനെയൊക്കെ? അങ്ങനെയല്ല, നമ്മള് ഡാൻസ് അല്ലേ, അപ്പൊ ആശ ശരത് ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മധുചേട്ടനോ? ഞാൻ അന്ന് തുടങ്ങിയത് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. എന്താ? madhubalakrushna@gmail.com. അത്രേ ഉള്ളൂ, കൂടുതൽ അലങ്കാരമൊന്നുമില്ല. ബാലകൃഷ്ണയുള്ളൂ, എന്നൊന്നില്ല അവസാനം. ചേച്ചിയോ? ചേച്ചി എന്റെ ആശയുടെ പോലെയാണ് സുജാത മ്യൂസിക് @gmail. ഇവിടെ കഞ്ഞിപ്പരിപാടി ഡാൻസ്, അവിടെ കഞ്ഞിപ്പരിപാടി മ്യൂസിക്. അപ്പൊ ഭാവന മാത്രമാണ് വെറൈറ്റി പിടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞു പോയി. ഇനിയില്ല. ഇപ്പൊ എന്താണ് ഭാവനയുടെ? ഇപ്പൊ ഞാൻ പറയില്ല. അല്ല, അപ്പൊ ചോദിക്കുമ്പോ ഇത് തന്നെയാണെന്ന് അങ്ങനെയല്ലേടാ? അതെ. ഡെയിൻ്റെ ഇമെയിൽ ID എന്താ? എനിക്ക് സിമ്പിൾ. എന്താ? ഡെയിൻ ടി ഡേവിഡ്, അത്രേ ഉള്ളൂ. ഡെയിൻ ടി ഡേവിഡ്, അത്രേ ഉള്ളൂ. ഡെയിൻ ടി ഡേവിഡ്. യെസ്. അതൊക്കെ ഒരു സ്റ്റൈലില് പറയുമ്പോ എങ്ങനെ? ഡെയിൻ ടി ഡേവിഡ് അങ്ങനെ. ഓക്കെ, അതിപ്പോഴത്തെ പണ്ടത്തെ ക്രിഞ്ച് ഇമെയിൽ ID എന്താ? അങ്ങനെ ക്രിഞ്ച് ആവുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡിൽ അത് നോക്കും. പിന്നെ ഓക്കെ, അപ്പൊ എന്തായാലും ആതിര ഒന്ന് കൂളായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് മത്സരം തുടങ്ങാം. ആതിര, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ആതിര. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പറയാൻ കൊതിച്ചൊരെന്റെ വാക്കിണി, നുകരാൻ കൊതിച്ച തേൻ തുളുമ്പിയോ, പറയുമറിയ മൊഴികൾ പ്രണയ മധുരമാ. ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി ഇതളുകൾ ചിറകുപോൽ
Very good, very good. Very nice, Adira. Whoa, whoa, musical vibe. Whoa, musical vibe. അതിരാ അങ്ങനെ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ. നന്നായി പാടിയോ? ആ കുഴപ്പമില്ലാത്ത നമ്മുടെ നേരത്തെ ഇമോഷണൽ ആയതൊന്നും നമ്മുടെ പാട്ടിന് ബാധിച്ചില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ ജഡ്ജസ്, ആതിരയുടെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് മധുചേട്ടാ? നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് കുട്ടൻചേട്ടൻ ചെയ്തത്. ONV സാറിന്റെ വരികളാണ്. നല്ലൊരു സെലക്ഷൻ ആയിരുന്നു ആതിര. നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. വളരെ നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടുത്ത റൗണ്ടിലേക്ക് ഓൾ ദ ബെസ്റ്റ്. ആതിരയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആതിരയുടെ വോയിസ്. അയ്യോ, ശരിക്കും ഹണി ഡിപ്ഡ് വോയിസ് ഒക്കെ പറയില്ലേ, ഭയങ്കര രസമായിട്ടുള്ള വോയിസും അതിൻ്റെ കൂടെ എൻഡിങ്സ്, ഓരോ ലൈനിൻ്റെ അവസാനങ്ങൾ നല്ല രസമായിട്ട് മോള് ചെയ്യുന്നുണ്ട്. ബ്രെത്ത് നല്ലോണം കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഒരു മധുരമായി കൊണ്ട് നിർത്തുന്നല്ലേ, ഒരു സാക്കി പോലെ ആദ്യം വന്നിട്ട് അവിടെയൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി. എനിവേ ഓൾ ദ ബെസ്റ്റ്. അടുത്ത റൗണ്ട്സും ഇതുപോലെ നല്ലോണം പാടും കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നത് കഴിയല്ലേ എന്നൊക്കെ തോന്നിപ്പോയി. ഭയങ്കര രസമായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. ഓക്കെ, പക്ഷെ ഭാവന പറഞ്ഞത് പെട്ടെന്ന് കഴിഞ്ഞു പോയി.
എനിക്ക് പാട്ടിനെ പറ്റി ഒന്നും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുതായി നന്നായി പാടിയ തന്നെ ഞാൻ ഫുൾ ഫ്ലാറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനെയും പാട്ട് പാടുന്ന ആൾക്കാരെയും. സോ എനിക്ക് എന്താണെങ്കിലും എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാൻ അറിയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള പോലെ. വേറെ ഇപ്പൊ മധുചേട്ടനും സുജാത പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ കിട്ടൂല. ഓക്കെ, താങ്ക് യു ഭാവന, താങ്ക് യു. ആശേച്ചി. അതിരക്കുട്ടി ചേച്ചി നല്ല രസമായിട്ട് പാടിയിട്ട് മോളെ ഗംഭീരമായിട്ട് അടുത്തടുത്ത റൗണ്ടുകളിലേക്ക് വരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അതിരാ ഹാപ്പി ആയില്ലേ? ഓക്കെ, അപ്പൊ ഇനി 2 റൗണ്ടുകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ മെലഡി റൗണ്ടിലാണ് അടുത്ത മത്സരാർത്ഥി ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം കീർത്തന. ഫിനാലെ വേദിയിലെ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ പാടാൻ പോവുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും അതുപോലെ ഈ ഒരു വേദിയിൽ പാടാൻ ഒരുപാട് ആഗ്രഹിച്ചതുമായ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തത്. നന്നായിട്ട് പ്രിപ്പയറും ചെയ്തിട്ടുണ്ട്. എൻ്റെ പെർഫോമൻസിലും ആ കോൺഫിഡൻസ് ഉണ്ടാവും. കീർത്തന, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമായിരിക്കും. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് തുടർച്ചയായി ഗോൾഡൻ ബസ്റ്ററൊക്കെ നേടിയ ആളാണ് അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണോ നമ്മുടെ ഈ ഒരു ഫിനാലെ വേദിയിലേക്ക് വന്നിരിക്കുന്നത്? തീർച്ചയായും. അപ്പൊ എന്തായാലും ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ മുൻപോട്ട് പോട്ടെ. നമുക്ക് എന്തായാലും കീർത്തനയെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ കണ്ടാലോ? നമ്മുടെ ഈ ഒരു ജേർണി നമുക്കൊന്ന് കാണാം. ഓക്കെ, പ്രൊഫൈൽ പ്ലീസ്. വയനാട്ടിൽ നിന്നെത്തിയ വാനമ്പാടി കീർത്തന മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ സ്വന്തമാക്കിയത് ചാപ്റ്റർ 2-വിലെ ഫസ്റ്റ് റണ്ണർ അപ്പ് സ്ഥാനം. And the second position goes to കീർത്തന. അച്ഛമ്മയാണ് എന്നെ പണ്ട് പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. പിന്നീട് പാട്ടിനോടുള്ള ഇഷ്ടം കൂടി സ്റ്റേജ് പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നീട് ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. കുഞ്ഞേ നിനക്ക് വേണ്ടി എന്ന് പറയുന്ന സോങ് ഞാൻ പാടിയപ്പോൾ ആള് ഇമോഷണൽ ആയിരുന്നു. എനിക്ക് ഞാൻ പാടിയത് കേട്ടിട്ട് അത്രയും ഫീൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇമോഷണലായ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും അതിൻ്റെ ഇരട്ടി കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. നിഷ്കളങ്കമായ ചിരിയും സ്വരമാധുര്യവും മുഖമുദ്രയാക്കി കീർത്തന മുന്നേറിയത് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലേക്ക്. ഫൈനലിൽ അവള് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ വേദിയിൽ ഇതാ ആലാപനത്തിന്റെ വിസ്മയം തീർക്കാൻ വരുന്നു കീർത്തന. കീർത്തനയെ ചേർത്ത് നിർത്തുന്ന ഹസ്ബൻഡും അതേപോലെ കൂടെ നിർത്തുന്ന ഫാമിലിയും കീർത്തനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളും ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കീർത്തനയുടെ ഈ ഒരു ജേർണി കണ്ടപ്പോൾ. കീർത്തന മെലഡി റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ സീമന്തരേഖയിൽ എന്ന് പറഞ്ഞ സോങ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് കീർത്തന. താങ്ക് യു സർ. താങ്ക് യു സർ.
ഗുഡ് ഗുഡ് വെരി ഗുഡ്. കീർത്തന അങ്ങനെതാ മെഗാ ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ? നന്നായി പാടി. നന്നായി പാടി. ഓക്കെ. അപ്പൊ എന്തായാലും മതിച്ചേട്ടാ എങ്ങനെ നന്നായി പാടിയെന്നാണ് കീർത്തന പറയുന്നത്. നന്നായി പാടി. വാണിയമ്മയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇപ്പൊ പാടിയത്. നല്ല രസമുണ്ടായിരുന്നു പാടിയത് കേൾക്കാനായിട്ട്. നന്നായിരുന്നു. അതേ സ്റ്റൈലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കീർത്തന. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മതിച്ചേട്ടാ. താങ്ക് യു. ചേച്ചി കീർത്തനയുടെ ഭയങ്കര പവർഫുൾ വോയിസ് ആണ് കേട്ടോ. നല്ല ത്രോ ഉണ്ട് വോയിസിന്. ഈ പാട്ട് വാണിയമ്മയുടെ ഈ കുറെ സ്ഥലങ്ങളൊക്കെ വാണിയമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചു മോള് പാടുമ്പോൾ. നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഹസ്ബൻഡ് ഉണ്ട്. അത് നല്ല അനുഗ്രഹമാണ്. ആ മോനെയും ആ ഫാമിലി ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ. ഉള്ള പാട്ട് നല്ല ഉയരങ്ങളിൽ. ചേച്ചി കീർത്തന ചേച്ചി വയനാടിന്റെ മുത്താണ് കീർത്തന. എവിടെ പോയാലും വയനാട്ടിൽ എവിടെ പോയാലും എല്ലാവരും ചോദിക്കുന്ന കീർത്തന അറിയുമെന്നാണ്. എനിക്ക് ഒരുപാട് പരിചയമുള്ളൊരു ബന്ധുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് വയനാട്. അപ്പൊ വയനാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തം മുത്താവട്ടെ കേട്ടോ. കീർത്തനയെ പറ്റി ചോദിക്കുന്നവരുണ്ട്. തൃശ്ശൂർ എന്താ അമിത്തിന്റെ വീട് തൃശ്ശൂരാണ്. ഓ ശരി ശരി ശരി. ഓൾ ദി ബെസ്റ്റ് മോളെ. അടുത്തടുത്ത റൗണ്ടിലേക്ക് ഓടി ഓടി വരുന്നത് കാത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ കീർത്തന അപ്പൊ എന്തായാലും നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ഫിനാലെ വേദി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി 2 റൗണ്ടുകളാണ് ബാക്കിയുള്ളത്. പിന്നെ ഇപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഈ പാട്ട് പാടുന്ന സമയത്ത് കൈകൾ വെച്ച് സംഗീതി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ കീർത്തനയ്ക്ക്? അല്ലെങ്കിൽ കൈ ഇങ്ങനെ തന്നെ മുറുക്കെ പിടിക്കുക അല്ലെങ്കിൽ മൈക്ക് ഇങ്ങനെ മുറുക്കെ പിടിക്കുക, അങ്ങനെ വിശ്വാസങ്ങളുണ്ടോ പാട്ട് പാടുന്ന നേരത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത്? ഇങ്ങനെ എന്തെങ്കിലും വിശ്വാസങ്ങളായിട്ട് പാടുന്ന ആളാണോ കീർത്തന? അല്ല, അങ്ങനെ പാടുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്, അതിനെ പറ്റി പറയണം അല്ലെ സുജാത ചേച്ചി? സ്പോട്ടിൽ എന്താ വരണെന്ന് വെച്ചാ അങ്ങനെ അങ്ങനെ. ഓക്കെ. ചേച്ചി അങ്ങനെ എന്തെങ്കിലും ചേച്ചി അങ്ങനെ ഒരു സംസാരം അല്ല ചേച്ചി ആണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചേച്ചി ഒരു തൂവാല വർഷങ്ങളായിട്ട് മുറുക്കെ കയ്യിൽ പിടിച്ച് അതേ തൂവാല തന്നെ കഴുകി ഉണക്കി ഉപയോഗിക്കുന്ന ഒരാളാണ്. ശരിക്കും സത്യമാണ് കേട്ടോ. അത് അതിജീവിച്ചു ഞാൻ അതിനെ. ആ ഒരു പഴക്കത്തിന് ഞാൻ വേണ്ടാന്ന് വെച്ചതാ, മനഃപൂർവ്വമായിട്ട് വേണ്ടാന്ന് വെച്ചതാ. പക്ഷെ അത് ഉണ്ടായിരുന്നു കുറേ നാള്. അത് ഭയങ്കര അത് നമ്മൾ എടുത്തോണ്ട് പോണ റെക്കോർഡിംഗ് ഒക്കെ ഉഗ്രനായിട്ട് പാടുക. അത് കുറച്ച് ലൂസ് അല്ലേ. റെഡും നീലയാണ് എന്റെ ലക്കി ബ്ലാക്കും എന്റെ ലക്കി കളേഴ്സ്. അപ്പൊ ഈ നീല എവിടെയെങ്കിലും എന്റെ ദേഹത്തൊരു നീല ഉണ്ടാവും. ഈ നീല തൂവാലയാണ് അത് എപ്പോഴും ഞാൻ കൈവയ്ക്കണേ. എന്നിട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് വരുമ്പോ നമ്മൾ അതിൽ ഇതാവില്ലേ, ഞാൻ ഉച്ചയ്ക്ക് കഴുകിയിട്ട് വൈകുന്നേരത്തെ റെക്കോർഡിങ്ങിന് ഉണക്കമൊക്കെ ചെയ്യും. ഉണക്കി അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. പിന്നെ കാല് അതുപോലെ ഒരു ചെയർ ഇട്ടിട്ട് ഈ കാല് ചെയറിന്റെ പുറത്ത് വെച്ചാലേ എനിക്ക് ആ ഒരു ഫ്രീ ആയിട്ടൊരു ഇത് കിട്ടുള്ളൂ. രാജാ സാറിന് അവിടെ പോകുമ്പോ രാജാ സാറിന്റെ മുമ്പിൽ കാലിങ്ങനെ പൊക്കി വെച്ച് ഇന്ന് പാടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വലിയ ശ്വാസം മുട്ടലാണ് അവിടെ പാടുമ്പോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പിരിലൂസുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണത്, റെക്കോർഡിങ്ങിന് എന്തെങ്കിലും പാടിയിട്ട് ചേച്ചി എന്തെങ്കിലും മാറിപ്പോവെന്ന് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ സ്വന്തമായിട്ട് സുജു എങ്ങനെയല്ല സുജു ശ്രദ്ധിക്കൂ സുജു ചേച്ചി തന്നെ സ്വന്തം പറയും, സ്വയം പറയും. അത് പക്ഷെ ദാറ്റ് വർക്ക്സ് കേട്ടോ മധു. അത് ശരിക്കും വർക്ക് ചെയ്യും. നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു പാടുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്കാണ് നമ്മൾ പറയുമ്പോൾ അത് വർക്ക് ചെയ്യും. അത് ഇപ്പോഴും ചെയ്യാറുണ്ട്. പണ്ട് ഇവിടെ എറണാകുളത്ത് ഒരു മാർട്ടിൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോ ചേച്ചി ഒരു ക്യാബിനിൽ പാടിക്കൊണ്ടിരിക്കണു. ആ ക്യാബിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു കർട്ടനും ഉണ്ട്. അപ്പൊ ചേച്ചി പാടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു. ചേച്ചി പാടുന്ന ഇങ്ങനെ കൗതുകത്തോടെ നോക്കി ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ വേഗം തന്നെ പാടുന്നുണ്ട്, മധു ഇങ്ങനെ ചിരിക്കല്ലേ മധു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കർട്ടന്റെ അപ്പൊ കീർത്തനയ്ക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലല്ലോ? ഇങ്ങനത്തെ ഇല്ല. പാട്ട് നന്നായി പഠിക്കുക, നന്നായി പാടാം അല്ലേ? ഓക്കെ. അപ്പൊ ഇനി 2 റൗണ്ടുകളുണ്ട്. ആ റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.